ഈ ചോദ്യങ്ങൾ വന്നതേ എന്തുകൊണ്ടെന്നാലേ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് വികസിത കേരളം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് വികസിത ഭാരതം എന്ന സന്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം അതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. വികസിത കേരളം അതാണ് ലക്ഷ്യം, അതിനുവേണ്ടിയാണ് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കണം, യുവാക്കൾക്ക് കൂടുതൽ മികച്ച കംഫർട്ടബിളായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കണം, കേരളത്തിന് നല്ല ഒരു അടിസ്ഥാന സൗകര്യ വികസനവും ഒപ്പം തന്നെ ഇൻഡസ്ട്രിയൽ മേഖലയിലായാലും സേവന മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും കേരളം കുറേ കൂടി മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പരമ്പരാഗത രാഷ്ട്രീയ ചിന്തകന്മാരോ അല്ലെങ്കിൽ നിരീക്ഷകരോ ഒക്കെ പറയുന്നത് ഇങ്ങനെയല്ല, കുറേ കൂടി ആഞ്ഞടിക്കണം, എതിരാളികളുടെ കുറേയേറെ വിഷയങ്ങൾ വീണ് കിട്ടുമ്പോൾ അതൊക്കെ എടുത്ത് പ്രയോഗിക്കണം, ഇങ്ങനെ വികസനം പറഞ്ഞുകൊണ്ടിരുന്നാൽ വളരാൻ പറ്റുമോ, ഇതാണ് ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാർ കുറേ കാലമായില്ല ആഞ്ഞടിക്കുന്നത്. ഏൽക്കാത്ത രമേശ് ചെന്നിത്തല ഭയങ്കര അടിയായിരുന്നല്ലേ. ഉസ്മാനെ അവിടെ അല്ലടേ സുഖല്ലടേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര അടിയായിരുന്നല്ലേ. വല്ലതും നടന്ന ഒരു കാര്യമില്ല. നാട്ടുകാർക്ക് വേണ്ടത് ഈ ആഞ്ഞടിയൊക്കെ കണ്ട് നാട്ടുകാർക്ക് മടുത്തു. CITനെ ഏതൊക്കെ വേണ്ടത് നിങ്ങൾ രഹസ്യമായി വിളിച്ചു നോക്കി. ഇപ്പോൾ അന്ന് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന സമരങ്ങളൊക്കെ അവർക്ക് വല്ല താല്പര്യമുണ്ടോ? പക്ഷെ അത് ശീലത്തിൻ്റെ പുറത്ത് അവരൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതേ ഉള്ളൂ. ആ ശീലം മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അത് നിലവിലുള്ള കൺവെൻഷൻ പിണറായി ഒരു ദിവസം കൊണ്ട് ശീലം മാറ്റണമെങ്കിൽ പിണറായിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ല. അല്ലെ തന്നെ അങ്ങനെ കിട്ടും എന്ത് പണിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ പാർട്ടീൻ്റെ ഉള്ളിലുള്ള ആളുകൾ ഇപ്പോൾ പേടികൊണ്ട് കാണിക്കുന്നില്ലെന്നേ, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ രാജീവ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാം. അതില്ലെങ്കിൽ രാജീവില്ല. രാജീവിൻ്റെ ഐഡൻറ്റിറ്റി അതാണ്. അല്ലാണ്ട് ഇവിടെ കിടന്ന 10ാം ക്ലാസ്സും കുസ്തിയുള്ള രാഷ്ട്രീയം കൊണ്ട് ഇവിടെ കിടന്ന് തായം കളിച്ച് വളർന്ന ആളല്ല രാജീവ്. രാജീവ് ലോകം കണ്ടിട്ടുള്ളത്. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ രാജീവിനെ സപ്പോർട്ട് ചെയ്തത്. അല്ലെ ഇവിടെ 10ാം ക്ലാസ്സും കുസ്തിയായിട്ട് നടക്കുന്നവനെ ഞാനെന്ത് സപ്പോർട്ട് ചെയ്യാം? അവനെക്കാട്ടും ഭേദം ഞാനല്ലേ. ഞാനെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവൻ എന്നെക്കാട്ടും ഭേദമായിരിക്കണ്ടേ. അതായതുകൊണ്ടാണ് നമ്മൾ രാജീവിനെ സപ്പോർട്ട് ചെയ്യുന്നത്.